Hi friends, welcome back to Neha Food Stories. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തലശ്ശേരി ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും അത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ തലശ്ശേരി ബീഫ് ബിരിയാണി അറിയുമ്പോൾ സ്പെഷ്യലാണ്. കാരണം ബിരിയാണി കേമൻ തലശ്ശേരി എന്നാണല്ലോ പറയാ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് തലശ്ശേരി ബിരിയാണി ഇടാൻ കാരണം എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി ഇടുന്നത്. അതുകൊണ്ടാണ് ബീഫ് ബിരിയാണി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ശരി, നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഈ ബീഫ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ തലശ്ശേരി ബീഫ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ പീസായാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇവിടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്, വെള്ളമൊക്കെ വാർത്ത് വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോൾ പ്രഷർ കുക്കറിലാണ് ഞാനിപ്പോൾ ഇവിടെ ബീഫ് കുക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം നല്ലവണ്ണം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, വെള്ളം ഒഴിക്കാതെ വേണം നമുക്കിത് കുക്ക് ചെയ്യാൻ. ഇത് കുക്കാവേണ്ട വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. 1 വിസിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് സിമ്മിലേക്ക് മാറ്റാം. എന്നിട്ട് 2 വിസിൽ കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 1 സവാളയാണ് തിന്നായി സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഇപ്പോൾ ഇവിടെ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഓയിലിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് ഇതേ സെയിം ഓയിലിൽ തന്നെ വേണം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ. ഇപ്പോൾ ഈ ഓയിലിന് പകരം നെയ്യ് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് എടുക്കാം. ഇനി നമുക്ക് ഈ മുന്തിരി കൂടി ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം മുന്തിരിയൊക്കെ ഇവിടെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഓയിലിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ ഇതേ ഓയിൽ തന്നെയാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയും തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 1 തക്കോലം, 1 ജാതിപത്രി, 4 ഏലക്ക, 5 ഗ്രാമ്പു, 1 ടീസ്പൂൺ വലിയ ജീരകം എന്നിവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഈ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കൈമ ജീരകശാല അരിയാണ്. അപ്പോൾ ഈ അരി ഞാനിവിടെ 1 കിലോ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തതാണ്. അപ്പോൾ ഈ റൈസ് നമുക്കിനി നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ തലശ്ശേരി ബിരിയാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കൈമ ജീരകശാല അരി തന്നെയാണ്. ഇതിന് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 4.5 കപ്പോളം ഉണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ 4 കപ്പിനുള്ള വെള്ളം എടുത്താൽ മതി. അപ്പോൾ 8 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 8 കപ്പ് വെള്ളം, 4.5 കപ്പ് റൈസിന് 8 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുമ്പോൾ അതിൽ കിടന്ന് നമ്മുടെ റൈസ് കുക്കാവുമല്ലോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസാണിത്, ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ റൈസ് നല്ലൊരു വൈറ്റ് കളറിൽ കിട്ടും. അതുപോലെ റൈസൊന്നും ഒട്ടിപ്പിടിക്കാതെ നിൽക്കുകയും ചെയ്യും. നല്ലൊരു ഫ്ലേവറും കിട്ടും നമ്മുടെ നെയ്ച്ചോറിന്. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. റൈസ് ഇപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഉടച്ച് ഇളക്കരുത്, പതുക്കെ ശ്രദ്ധിച്ച് വേണം ഇളക്കി കൊടുക്കാം. അടിയിലെ ചോറൊക്കെ ഒന്ന് മുകളിലേക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ അടി കിടന്ന് റൈസ് ഇനി ഒന്നും കൂടി ഓവർ കുക്കാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ റൈസിന്. തലശ്ശേരി ബിരിയാണിക്കൊക്കെ റോസ് വാട്ടറിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും.
അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ നേരത്തെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി ഫ്രൈ ചെയ്തെടുത്ത ഓയിലാണിത്. ഇതിലേക്ക് വേണം നമുക്കിനി സവാള ഇട്ട് കൊടുക്കാൻ. 4 സവാളയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. 4 സവാള സ്ലൈസ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള നല്ലവണ്ണം സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഇവിടെ നല്ലവണ്ണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇത് 4 പച്ചമുളക് ചതച്ചതാണ്. ഇത് 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത്ര സ്പൈസി ആവണമെന്നില്ലെങ്കിൽ 4 പച്ചമുളകിന് പകരം 3 പച്ചമുളകൊക്കെ എടുത്താൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ബിരിയാണി മസാല 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബിരിയാണി മസാല ഒന്ന് ഷെയർ ചെയ്യാൻ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ബിരിയാണി മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം. ഒരു 10 ഗ്രാമ്പുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 10 ഏലക്ക, ഒരു സ്റ്റാർ ഗോൾഡ്, ജാതിക്കേൻ്റെ ഒരു കുരു, ജാതിപത്രി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ പട്ട. പിന്നെ ജീരകം എടുക്കുമ്പോൾ സജീരകമാണെങ്കിൽ ഒന്നും കൂടി നന്നാവും. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ തലശ്ശേരി ബിരിയാണീൻ്റെയൊക്കെ മസാല. പക്ഷേ ഞാനിതെല്ലാം പൊടിച്ചിട്ടല്ല ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നേരത്തെ ഞാൻ ബിരിയാണി മസാല ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇവയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി നല്ലവണ്ണം ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ്. ഇനി 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ്, ഇതിന് കുറച്ച് വെള്ളമൊക്കെ ഇതിലുണ്ടായിട്ടുണ്ട്, അതോട് കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ ഈ ബീഫ് കുക്ക് ചെയ്തെടുത്തത് ഫസ്റ്റ് വിസിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി, അതിനുശേഷം 2 വിസിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഫ്ലെയിം ഓഫ് ചെയ്തത്. അപ്പോൾ ഒരു 3 വിസിലാവുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും ഇതിൽ വെള്ളമൊക്കെ വറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ ബീഫ് മസാലയൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി വറ്റിച്ചെടുക്കാനുണ്ട്, അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക, എന്നാലേ നമുക്ക് ദം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്നും 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കണം. തലശ്ശേരി ബിരിയാണിൻ്റെ പ്രത്യേകത അറിയുന്നത് നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൽ നിന്ന് കുറച്ച് നമ്മൾ ഈ മസാലയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ മസാലക്ക്. അപ്പോൾ അത് നിങ്ങൾ മിസ് ചെയ്യാതെ ചെയ്യണം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. നേരത്തെ ഞാൻ ആഡ് ചെയ്യാൻ മറന്നതാണ്. അപ്പോൾ കറി ലീവ്സൊക്കെ ബിരിയാണിയിൽ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് നൽകും നമ്മുടെ ബിരിയാണിക്ക്. അപ്പോൾ നമുക്കിനി ദം ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ഈ റൈസൊക്കെ ഒന്ന് ഇനി മസാലയുടെ മുകളിലൊന്ന് പരത്തി ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. അതുപോലെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി കുറച്ച് വിതറിയിട്ട് കൊടുക്കണം. ഇനി കുറച്ച് നെയ്യ്, അതായത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള റൈസും കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണി ആണ് കേട്ടോ തലശ്ശേരി ബിരിയാണി. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതുപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് നെയ്യും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ കുറച്ച് ഗരം മസാല, ബിരിയാണി മസാല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നെയ്യ് 1 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കൂടുതൽ ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക. അപ്പോൾ നമുക്കിത് ദം ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചത് നല്ലവണ്ണം ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാം, ആവിയൊന്നും പുറത്ത് പോകാത്ത വിധം. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ആവി കയറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ദമ്മായി വന്നിട്ടുണ്ടാവും. നല്ല തലശ്ശേരി ബീഫ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പെട്ടെന്ന് ദം ചെയ്തെടുക്കാം നമുക്ക് ഗ്യാസുമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഒത്തിരി സമയമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു ബിരിയാണി തന്നെയാണിത്. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ഉഷാറായി വന്നിട്ടുണ്ട്. നമുക്കിത് മെല്ലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ അടിയിലെ മസാലയൊക്കെ. അപ്പോൾ നമ്മളിനി ഇത് സെർവ് ചെയ്യുമ്പോൾ കുറച്ച് റൈസും മസാലയും മിക്സ് ചെയ്ത് വിളമ്പിയാൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ആദ്യം തന്നെ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം, ഇനി കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ റൈസൊക്കെ ഇവിടെ നന്നായി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ അടിപൊളി റൈസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.